നമസ്കാരം. ചില പാരന്റ്സ് ഷൂട്ടിന് വന്നാലും പറയും കുഞ്ഞിന്റെ മാത്രം എടുത്താൽ മതി, അവന്റെ കുറച്ച് ഡ്രസ്സിൽ കാര്യങ്ങളും എടുത്താൽ നമ്മൾ നിൽക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഫോട്ടോസ് എടുത്തെടുത്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓ ഇത് ഇത്രയൊക്കെ ഉള്ളൂ, ഇത്ര വേറെ വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ എടുത്തെടുത്ത് നമ്മുടെ ഒരു 2 പടം എടുക്കാന്ന് പറയും. അതിന് ചുമ്മാ എടുത്തിങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചെറുങ്ങനെ അവരിങ്ങനെ നിന്ന് പിന്നെ 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 ഒരു കാൻഡിഡ് മൊമെന്റ്സ്, കാര്യങ്ങൾ, കളി, ചിരി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് പിന്നെ കുട്ടികളായിട്ട് ആ സമയത്ത് ഇടപഴകിയിട്ട് അവര് പിന്നെ ഫോട്ടോയിൽ നിൽക്കാനും ഇതൊന്നും മടിയുണ്ടാവില്ല. നല്ല നല്ല പടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അടുത്ത ഷൂട്ടിന് അവർ വരുമ്പോൾ പിന്നെ ഫാമിലി ആയിട്ട് തന്നെ നിൽക്കുന്ന ആ പ്ലാനിങ്ങിലേക്ക് വരിക. അപ്പോ എന്തുകൊണ്ടാണ് ആ മടി കാര്യങ്ങളൊന്നും തുടക്കത്തിൽ മാത്രം ഉണ്ടാകുന്നത്. പിന്നെ പിന്നെ സെറ്റ് ആകുമ്പോൾ റെഡിയാവും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഉത്സവത്തിനും പൂരപ്പറമ്പിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കുട്ടികളെ പോലെ തന്നെ ഐസ്ക്രീം വാരി ഇങ്ങനെ നടക്കും. പിന്നെ ബലൂണൊക്കെ കാണുമ്പോൾ നമ്മൾ പിള്ളേരെ പോലെ തന്നെ ബലൂൺ തട്ടി തട്ടി കളിക്കും. ഇപ്പൊ വീട്ടിലൊക്കെ ഉള്ള എത്ര വലിയ കാരണവന്മാർ, എത്ര സീരിയസ് ആയിട്ടുള്ള കാരണവന്മാരാകെ തന്നെ ചെറിയ പിള്ളേരുടെ മുമ്പിൽ എത്തുമ്പോൾ ചെറിയ കുട്ടികളായിട്ട് മാറും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളുടെ മട്ടിൽ തന്നെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ സീരിയസ് ആയിട്ട് നടന്നാലും നമ്മളിപ്പോ ഒരു ഏജിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സീരിയസ് ആയിട്ട് പെരുമാറുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും ഒരു കുട്ടിയായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഈ സൊസൈറ്റിയിൽ പെരുമാറണമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ ജോലിയിൽ പെരുമാറണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷെ പിള്ളേരുടെ മുമ്പിൽ എത്തുമ്പോൾ, കുട്ടികളുടെ മുമ്പിലൊക്കെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളൊരു മനസ്സിലുള്ള ഒരു കുട്ടിത്വം ഉണർന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു കുട്ടിയായിട്ട് മാറും. ബലൂൺ കളിക്കാനും തട്ടാനും പിന്നെ പിള്ളേരോടൊക്കെ അടി ചെയ്യാനും അങ്ങനെയൊക്കെ ആ മട്ടിലോട്ട് മാറും. അത് തന്നെയാണ് ഈ ഫോട്ടോഷൂട്ടിൽ സംഭവിക്കുന്നത്. നമ്മളിപ്പോ നിൽക്കുമ്പോൾ നമ്മൾ ഒരു വലിയൊരു മനുഷ്യനാണെന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഫോട്ടോഷൂട്ടിൽ നിൽക്കാനൊക്കെ ഒരു മടിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ നിന്നിട്ട് പിള്ളേരുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമ്മൾ വീട്ടിലത്തെ സ്വഭാവം തന്നെ ഷൂട്ടിലും കാണിക്കും. പിള്ളേരുമായിട്ട് തല്ലുകൂടാനും പിള്ളേരെ എടുത്ത് പൊക്കാനും നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊമെന്റ്സ് ഒക്കെ കാണിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ഷൂട്ടിൽ ലയിച്ച് ചേരും. നമുക്ക് ആ ഒരു മൊമെന്റ്സ് തന്നെയാണ് ഷൂട്ടിനും വേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള മൊമെന്റ്സ് നിങ്ങളിപ്പോ ഫാമിലിയുടെ കുഞ്ഞിന്റെ മാത്രം ഫോട്ടോസ് എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ കുട്ടീനെ, അതും തന്നെ കുട്ടീനെ എടുത്തിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ നിൽക്കുന്ന പോലെ നിന്നിട്ടും കാര്യമില്ല. നിങ്ങൾ കൊച്ചിന്റെ കൂടെ കളിക്കുന്നതും കൊച്ചിന്റെ കൂടെ ഉള്ള മൊമെന്റ്സ് കാര്യങ്ങള് അതും ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത രീതിയിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ മതിയാവും. അതായിരിക്കും പിന്നീട് ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴും എളുപ്പം. അത് തന്നെ പിന്നീട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ മൊബൈലിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുത്തിട്ട് പിന്നീട് നല്ല കളറും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് അത് ഒരു ചൊവ്വാഗ്രഹത്തിൽ നിന്ന് എടുത്ത മട്ട് പോലെയൊക്കെ ആക്കാറുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ നാച്ചുറൽ ആയിട്ട് എടുത്ത ആ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോസ് തന്നെയായിരിക്കും പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാനും എളുപ്പം. ആ വെറുതെ കളർ കയറ്റി ലൈറ്റ് കയറ്റി നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഫുള്ള് മാറ്റി ഒരു ഗ്ലോ എഫക്ട് ഒക്കെ കൊടുത്തിട്ട് വെറുതെ അപ്ലോഡ് ചെയ്തിട്ട് കുറെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിന് പകരം ആ ഒരു